Okay, very happy and lovely. Good morning to all leaders. ആദ്യമായിട്ട് ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സക്സസ് ബറി ഗ്ലോബൽ എന്ന വലിയൊരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഡെയിലി ഒരു മൺഡേ ടു ഫ്രൈഡേ STC and above ലീഡേഴ്സ് വെച്ചിട്ട് ഒരുപാട് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഐഫ്ലേസ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഹൃദ്യമായ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഓൾ ഓഫ് യു. അപ്പോ നമുക്ക് ഇന്ന് ഒരുപാട് പരിചയപ്പെട്ട ലീഡേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസമായിട്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോകുന്നത് എന്നെ ഈ ഒരു അവസരം ഞാൻ എന്റെ പേര് ഒരിക്കൽ പരിചയപ്പെടുത്താണ്. പേര് മുഹമ്മദ് റമീസ് എന്നാണ്. സ്വദേശം മുളയങ്കാവ്, കൊപ്പം മുളയങ്കാവാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുന്നതിന് മുന്നേ ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അതുപോലെ അക്കൗണ്ട്സ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലോട്ട് കണക്ട് ചെയ്തത് ലാസ്റ്റ് ആയിട്ട്. അപ്പോ മറ്റാരും അല്ല, ഇന്ന് നിങ്ങളെ മുന്നിൽ ഇന്ന് അവരുടെ ഒരു എക്സ്പീരിയൻസും ഇന്ന് ഒരു ബ്രാൻഡ് ന്യൂ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ഫാമിലിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു അവരുടെ എക്സ്പീരിയൻസും ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഓരോ പുതിയതായ വ്യക്തികളെ നിങ്ങളെ ചെറിയൊരു മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്താൻ പറ്റിയ അത് അവരുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു, സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവസരം പരിചയപ്പെട്ടിരുന്നു. എന്നെ ഓരോ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് വളർത്തുന്ന ലീഡേഴ്സ് ആണ്. അവരിന്ന് ബ്രാൻഡ് ന്യൂ STC ആയിട്ട് നിങ്ങളെ മുന്നിൽ വരികയാണ്. അപ്പോ മറ്റാരുമല്ല, എന്നെ ഈ അവസരത്തിൽ നല്ല രീതിയിൽ ഒരുപാട് എല്ലാ കാര്യങ്ങളും എന്നെ ഷെയർ ചെയ്തിട്ട് എന്നെ നല്ല രീതിയിൽ എന്റെ ടീമിനൊക്കെ എന്റെ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് എന്നെ നല്ല രീതിയിൽ ഇപ്പോ ഒരു ബ്രാൻഡ് ന്യൂ ETC ലെവലിൽ വരെ എത്തിച്ച ഗ്രേറ്റ് അപ്ലയൻസ് ബ്രാൻഡ് ന്യൂ STC ഫാമിലി മിസ്റ്റർ വീരാൻകുട്ടി MS ഹസീന മാഡം ഫാമിലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാവരെയും നല്ല ഒരു ഓൺലൈൻ കയ്യടിയോട് കൂടി ബ്രാൻഡ് ന്യൂ STC ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഓൺ ദി സ്ക്രീൻ. സർ പ്ലീസ് കം. അസ്സലാമു ഗുഡ് മോർണിംഗ്. താങ്ക് യു റമീസ് സാർ. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ കാരണക്കാരനായ സർവ്വശക്തനും അൽഹംദുലില്ലാഹ്. കേൾക്കാണ്ടല്ലോ റമീസ് സാർ? റമീസ് സാറ് വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി. റമീസ് സാറ് ഇന്ന് യങ്ങസ്റ്റ് ഒരു ടീമിനെ വെച്ചുകൊണ്ടിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ട് റേഞ്ചിലോടത്തിരിക്കാൻ പറ്റുമോ? സൗണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. സൗണ്ട് കുറവുണ്ടാ? വളരെ കേൾക്കുന്നില്ല? ഹലോ, ക്ലാരിറ്റി കുറവുണ്ട് സാറേ. നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മളെ റമീസ് സാർ പരിചയപ്പെടുത്തി. ഇന്ന് എങ്ങാൻ എനർജറ്റിക് ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നതും അങ്ങനെ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലി സമയത്ത് റമീസ് സാറ് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ആളുകളെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇന്ന് വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പവർഫുൾ ലീഡറാണ്. എല്ലാവിധ ഉയരങ്ങളിലും കീഴടക്കാൻ റമീസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു, എല്ലാവരോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലേ? എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് വീരാൻകുട്ടി എന്നാണ്. വീട് കൊളത്തൂരാണ്. ബേസിക്കലി ഒരു പ്രവാസിയായിരുന്നു. പ്രവാസിയായ സമയത്ത് വെക്കേഷന്റെ സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ ബിസിനസ് അവസരം നമ്മളെ ഫാമിലിയിലേക്ക് എത്തിച്ച ഷമീറ മൂർക്കനാടിന് മാഡത്തിന് ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കാണ്. അതേപോലെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമുക്ക് അഫ്സർ സാറ്, ജുനൈദ് സാറ് ഇതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് നമ്മളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന യങ്ങസ്റ്റ് ലീഡറാണ് ജുനൈദ് സാറ്, ഗോയിങ് NTC ലീഡർ. സാറിന് ഈ അവസരത്തിൽ നന്ദിയും അറിയിക്കാണ്. നമ്മളെ ഫൗണ്ടർ ഫാമിലി നമ്മളെ ഈ
ബിസിനസ്സിൽ നമ്മൾ പിടിച്ചു നിൽക്കാനുണ്ടായ കാരണക്കാരൻ ബ്ലഡ് റിലേഴ്സ് അക്കാദമിയുടെ ഫൗണ്ടർ ഫാമിലി ഇസ്മായിൽ സാറിനും ഫാമിലിക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഷുഹൈബ് സാറ്, ഫൈസൽ സാറ്, പിന്നെ നമ്മളെല്ലാവരുടെയും മോട്ടിവേഷൻ അൽതാഫ് സാറെ ഒരു എനർജി കൊണ്ടാണ് ശരിക്കും ഈ ബിസിനസ്സിലൊക്കെ നമ്മൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മളെ SPG ഫൗണ്ടർ ഫാമിലി മനോജ് സാർ ഫാമിലിക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ദിവസവും ഈ ഹൈഫ്ലൈസ് മീറ്റ്, റെഗനേറ്റ് മീറ്റ് ഒക്കെ കേട്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ബിസിനസ്സിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇതിനൊരു കാരണം. ഈ പ്രോഗ്രാം മാത്രമാണ് ബിസിനസ്സിൽ നിൽക്കാനുണ്ടായ പ്രധാന കാരണം. ഞാൻ പറഞ്ഞു, പ്രവാസിയായിരിക്കെ വെക്കേഷൻ വന്ന സമയത്ത് പരിചയപ്പെട്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ ബിസിനസ് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രവാസിയായിരിക്കെ ലീവിന് വന്ന സമയത്ത് 4 മാസം ലീവിന് വന്ന സമയത്താണ് ഇത് പരിചയപ്പെടുന്നത്. വന്ന സമയത്ത് കൊറോണ ആയത് കാരണം പുറത്തൊക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത സമയമായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ സൂം മീറ്റിങ്ങിലൂടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സൂം മീറ്റിങ്ങിലൂടെയുള്ള ഈ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കി ലീഡേഴ്സ് ഒക്കെ പറയുന്നത് പോലെ നമ്മൾ ഈ 4 ബേസിക് എന്താണ്, 5 ഫിംഗേഴ്സ് എന്താണ്, 007 എന്താണ് എന്നൊക്കെ പഠിഞ്ഞ് മനസ്സിലാക്കി ലീഡേഴ്സിന്റെ കൂടെ നിന്ന് ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ ഫാമിലി എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഏകദേശം 3.5 വർഷത്തോളമായി ബിസിനസ്സിൽ വന്നിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വരുന്ന പിറകെ ഒരു പ്രോഗ്രാമുകളും നമ്മൾ മുടക്കാതെ തന്നെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ബിസിനസ്സിൽ നമ്മൾ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. നമ്മള് പ്രവാസിയായിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. പ്രവാസ ജീവിതം 4 മാസം നമുക്കറിയാൻ പറ്റും. പ്രവാസത്തിൽ നിൽക്കുന്ന സമയത്തുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പ്രവാസ ജീവിതം നയിച്ചവർക്ക് അറിയാൻ പറ്റും. ഞാൻ നാട്ടിൽ വരുന്ന വെക്കേഷന് വരുന്ന സമയത്ത് വെറും 18,000 രൂപ മാത്രം കയ്യിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്ന് നാട്ടിൽ വന്നിട്ട് ഈ ബിസിനസ്സിനെ കേട്ട് പരിചയപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോ വൈഫാണ് ഇന്നതിക്ക് നിർബന്ധിച്ചത്. ആദ്യം നമ്മൾക്ക് ഈ ബിസിനസ് ഒന്നും വേണ്ട, നമുക്ക് നടക്കൂല, ഇതൊന്നും ഒരു ജോലി ഇല്ലാത്ത ആളുകൾക്ക് പറ്റണ ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയെങ്കിലും പിന്നീട് ഈ പ്രോഗ്രാമുകളൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോ ഇതിനെ കുറിച്ച് ഉറച്ച് വിശ്വസിച്ച് ഇന്ന് മുന്നോട്ട്. ഇപ്പൊ നമ്മള് ഒരു പ്രവാസ ജീവിതം നയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ഒരു തുടക്കകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. ഒരു വാഹനം പോലും ഇല്ലാത്ത സമയത്ത് ഒരു സ്കൂട്ടിയിലാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2 വർഷത്തോളം മഴയും വെയിലും നോക്കാതെ ഒരുപാട് നമ്മൾ ഓടിയിട്ടുണ്ട്. ഓടിയതിന്റെ ഫലമാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് ഇവിടെ അത്രയും ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചത്. അപ്പൊ അങ്ങനെ സ്കൂട്ടിയിൽ നിന്ന് മാറി ഇന്ന് ഒരുപാട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അച്ചീവ്മെന്റുകൾ നമുക്ക് നേടാൻ പറ്റും. ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരുപാട് ആളുകളെ പരിചയപ്പെടാനൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. നമ്മള് ടൂ വീലറിന്ന് മാറി ഒരു വാഗനർ എടുത്തു. വാഗനർ മാറ്റി ഇപ്പൊ ടിയാഗോ EV വാഹനത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വരുമാനമൊക്കെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ ഇതിന് പറയാൻ അർഹതായ ആള് നമ്മളെ ഇങ്ങോട്ട് ഞാൻ ഈ ആളുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളെ എക്സ്പീരിയൻസ് ചേരുന്നതിന് വേണ്ടി ഹസീന മേഡത്തെ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എല്ലാവിധ വിശേഷം നേരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഹൃദ്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. എന്തായാലും MC രമേശ് സാർ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഫാമിലി ആയിട്ടാണ് ഇൻഡസ്ട്രി ചെയ്യുന്നത്. രമേശ് സാർ ഷിഫ്റ്റ് ആയിട്ട് നമ്മുടെ ടീമിൽ ഒരു ലീഡറാണ്. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനൊക്കെ സാധിക്കട്ടെ.
അപ്പോ ഹസ്ബൻഡാണ് സംസാരിച്ചത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഹസീന, വീട് കൊളത്തൂരാണ്. ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിച്ചതിനും ഇതുപോലത്തെ ഒരു സെഷൻ അതിൽ സംസാരിക്കാൻ സാധിച്ചതിനൊക്കെ ദൈവത്തില് സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ അവസരത്തിൽ എനിക്ക് ഈ അവസരം പരിചയപ്പെടുത്തി തന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷമീറ മാഡത്തിനും മറ്റെല്ലാ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സിനെയും, അഫ്സർ സാറ്, ജുനൈദ് സാറ്, മെന്റർ ആയിട്ടുള്ള ഇസ്മായിൽ സാറ്, ഷുഹൈബ് സാറ്, അൽത്താഫ് സാറ് തുടങ്ങിയ എല്ലാ ലീഡേഴ്സിനെയും ടീമിനെയൊക്കെ ഈ അവസരത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു STC എന്നുള്ള റാങ്കിൽ നിൽക്കുമ്പോ. അപ്പോ എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും അവർക്ക് പറ്റും അല്ലെ, അവരുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്, ഫാമിലി സപ്പോർട്ട് ഉണ്ട്, അവർക്കെല്ലാം പറ്റുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അങ്ങനെ ആരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന ഈ ഹസീനക്ക് മുമ്പ് 4 വർഷം മുമ്പുള്ള ഒരു ഹസീന ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത, എന്റെ അപ്ലയൻസിന് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് അറിയുന്ന, എനിക്ക് നിങ്ങളോട് ഒരു പക്ഷെ എന്റെ വോയിസ് കേൾക്കുന്ന ഈ ഒരു മീറ്റിംഗില്, ഈ ഒരു പ്രോഗ്രാമില് തുടക്കക്കാരുണ്ടാവും, എസ്പെഷ്യലി ലേഡി ലീഡേഴ്സിനോട്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അതല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്കൊന്നും പറ്റുന്നതല്ല, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഏറ്റവും നന്നാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ബിസിനസ് വശങ്ങൾ ഒരുപാട് സബ്ജക്റ്റുമായിട്ട് ഡെയിലി നമ്മുടെ മുന്നിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബിസിനസ് അവസരം പരിചയപ്പെട്ടപ്പോ ഒരുപക്ഷെ ഇന്ന് ഇപ്പൊ എങ്ങോട്ട് പറഞ്ഞിട്ട് പോയ എന്റെ ഹസ്ബൻഡ് അത്ര സപ്പോർട്ടീവ് ഒന്നും ആയിരുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലി തന്നെയാണ്. പക്ഷെ ഹസ്ബൻഡ് എല്ലാ കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ശരിയാണ്, നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ചില കാര്യങ്ങളിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും തീരുമാനം അവിടെ ഒന്ന് മാത്രമായിരിക്കും. അപ്പൊ എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങൾക്കൊരു ഉദാഹരണമായി പറഞ്ഞു തന്നാൽ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും. അപ്പോ അതെന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 19 വർഷമായിട്ടുണ്ട്. ഈ ഡിസംബർ വന്ന 19 വർഷമായി. അതിൽ 13 വർഷവും ഞങ്ങൾ ജീവിച്ചത് തറവാട്ടിലാണ്. അവിടെ ഹസ്ബൻഡ്, ഏട്ടന്റെ വൈഫ്, അനിയന്റെ വൈഫ്, ഞാന്, ഉമ്മ അടങ്ങുന്ന ആ ഒരു ഫാമിലിയില് നമ്മൾ 13 വർഷം ജീവിച്ചപ്പോ ഹസ്ബൻഡും ഏട്ടനും അനിയനൊന്നും നാട്ടിലില്ല, ഞങ്ങൾ മാത്രമാണ്, കുറച്ച് പെണ്ണുങ്ങളും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്നെ ശബ്ദം കേൾക്കുന്ന ലേഡീസിന് പ്രത്യേകം മനസ്സിലാവാതെ, ഒരു 10 വയസ്സിന് താഴെയുള്ള 6 ആൺകുട്ടികളുള്ള ഒരു വീട്, 10 വയസ്സിന് താഴെയുള്ള 6 ആൺകുട്ടികളുള്ള ഒരു വീട്, ഒരു ചെറിയ മുറ്റം, അത് കഴിഞ്ഞാല് ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെയാണ് വീട്, നല്ല അത്യാവശ്യം തിരക്കുള്ള റോഡ് സൈഡിൽ തന്നെയാണ് വീട്. ആ വീട്ടില് ആ തിരക്കും പ്രതിസന്ധികൾക്കുള്ളിൽ 13 വർഷം ജീവിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് നമുക്ക് വേറെ താമസിക്കാന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സമയത്ത്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മൾ വിചാരിച്ച പോലെ ഒരു വീടൊക്കെ വെച്ച് ഏകദേശം ആ വീട്ടിലേക്ക് താമസം മാറാനുണ്ടായ ഒരു സമയത്ത് അദ്ദേഹത്തിന് അറിയാം ഒറ്റയ്ക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ പേടിയാണ്, പ്രയാസമാണ്. പകല് പോലും ഒറ്റക്കൊരു വീട്ടിൽ ജീവിച്ചിട്ടില്ലാത്ത ഞാൻ ആ വീട്ടിലേക്ക് താമസം മാറാൻ വിചാരിച്ചപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തി അദ്ദേഹം എന്നോട് പറയാണ്, ഒറ്റക്ക് നിൽക്കാൻ വയ്ക്കുമെങ്കിൽ മാത്രം വേറെ താമസിച്ചാൽ മതി, അവിടെ പോയിട്ട് പിന്നെ പേടിയാണ്, അതാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിന് വരാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു സമയം ഞാൻ ശരിക്കും പകച്ചുപോയി. കാരണം തിരിച്ചൊരു ആൻസർ അവിടെ പറയാൻ നമുക്ക് പറ്റില്ലായിരുന്നു. ഓപ്ഷൻ എന്താണ്? വേറെ പേടിയാണെങ്കിൽ പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അങ്ങനെ ആ ഒരു സമയത്ത് ശരിക്കും പകച്ചുപോയി. എന്നാലും നമുക്ക് വേറെ താമസിക്കാന്നുള്ളത് ഒരു വലിയൊരു ലക്ഷ്യമായതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ആ വീട്ടിൽ താമസാക്കി. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വെറും 7 ദിവസം മാത്രമാണ് ആ പുതിയ വീട്ടിൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടായത്. പിന്നെ ഞാനും മൂത്ത മോനെ ഞങ്ങളെ വീട്ടിലേക്ക് മാറിയപ്പോ തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോ അവിടെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6 വയസ്സായ കുട്ടി, ഒരു വയസ്സായ കുട്ടി, ഞാനുമാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചത്. അത് ഏകദേശം പിന്നെ അദ്ദേഹം ലീവിന് വരുന്നത് 1 വർഷം 11 മാസം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷക്കാലം ഞങ്ങൾ ഇവിടെ ജീവിച്ചൊരു ജീവിതമുണ്ട്. അത് എനിക്കൊരിക്കലും ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചൊരു ജീവിതമായിരുന്നു. അവിടുന്ന്
ഞാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എങ്ങനെ ഇയാളെ നാട്ടിൽ നിർത്താൻ പറ്റും. നമുക്ക് കൂട്ടിന് ഒരു ദിവസമോ 2 ദിവസമൊക്കെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും, പക്ഷെ എന്നും ആരെയും കിട്ടില്ല. അത് ശീലമായാലും പ്രയാസമാണ്. നമ്മൾ ഒറ്റക്ക് നിൽക്കാൻ എപ്പോഴും ഒരാൾ കൂട്ടിന് കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു എങ്ങനെ ഇയാളെ നാട്ടിൽ നിർത്താം. അവിടുന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, അദ്ദേഹം ഇവിടെ ഫർണിച്ചർ ഫീൽഡിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ഫർണിച്ചർ ഫീൽഡിൽ ജോലി ചെയ്ത് ചെറിയ കുട്ടനെ സ്കൂളിലൊക്കെ ആക്കിയാൽ, ഞാൻ ഡിഗ്രി ഒക്കെ പാസ്സായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എന്റെ ഡിഗ്രി വെച്ച് എന്തെങ്കിലും ജോലിക്ക് പോയാൽ ഞങ്ങൾക്ക് ഇവിടെയും ജീവിക്കാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എന്റെ ജോലി അല്ലെങ്കിൽ എന്റെ ഡിഗ്രിക്ക് അത്ര വാല്യൂ ഒന്നും പരിഗണനയും തന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഒരു 25,000 രൂപ മാസം കിട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം നീ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കാം. അങ്ങനെ ഞങ്ങള് കുറെ കാര്യങ്ങൾ ആലോചിച്ചു. ആ സമയത്താണ് ഷമീറ മാഡം ഈ ഒരു ബിസിനസ് അവസരവുമായി എന്റെ അടുത്ത് എത്തുന്നത്. ഷമീറ മാഡം ഒരു പക്ഷെ എന്റെ ഒരു സുഹൃത്ത് എന്നുള്ളതിനപ്പുറം എനിക്ക് ചെറിയ പ്രായം തൊട്ടേ ഞങ്ങൾക്ക് പരിചയമുണ്ട്. എന്റെ വീട്ടുകാർക്കും എല്ലാം എന്റെ കല്യാണം കഴിച്ച വീട്ടുകാർക്കും ഒക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി ആയിട്ട് കൂടി ഈ ബിസിനസ് അവസരം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്താണ് ഇപ്പൊ അവിടെ ഒരു കുറവ്? ഇപ്പൊ വേറെ ബിസിനസ്സും കാര്യങ്ങളും ചിന്തിക്കാൻ മാത്രം അവിടെ എന്താണ് കുറവ്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ജീവിച്ചാ പോരെ? ഞാൻ കഞ്ഞി കുടിക്കണ്ടെങ്കിൽ നിനക്കും തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ അത്ര സപ്പോർട്ടീവ് ഒന്നും ആയിരുന്നില്ല അദ്ദേഹം. ഒരു പക്ഷെ എന്നുള്ള സ്നേഹം കൊണ്ട് ഞാൻ കഷ്ടപ്പെടാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല ബോധമുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് ചെയ്യും. അത് നമ്മൾ പറയാം, തല പോയാലും വെള്ളം വിചാരിച്ച് ആ രൂപത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുന്ന എനിക്ക് നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെ അവിടെ തർക്കിക്കാനോ വാശി പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ, നമ്മൾ രണ്ടാമത്തെ കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. ഷമീറാമ്മയുടെ ബിസിനസ് പരിചയപ്പെടുത്തി തന്നപ്പോ സൂമിൽ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ എന്തായാലും അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി ഈ ബിസിനസിനെ കുറിച്ച്. ഇത് നമുക്ക് ചെയ്യാം. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജുനൈദ് സാർ എന്നോട് പറഞ്ഞു, ഇത് വീട്ടിലിരുന്നിട്ടും ചെയ്യാന്ന് പറഞ്ഞു. ഒരുപക്ഷെ അന്ന് മലപ്പുറം വായോ അല്ലെങ്കിൽ കോട്ടക്കൽ വായോ എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് ഇവിടുന്ന് പോരാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, പക്ഷെ കൊറോണ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ബിസിനസ്സിൽ ഉണ്ടാവാനൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യം ആയിരുന്നു അന്ന് ഉണ്ടാക്കുന്നത്. കാരണം വീട്ടിലിരുന്നും ചെയ്യാന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലായി. അവിടുന്ന് ഈ ബിസിനസിനെ പറ്റി സൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ, മെല്ലെ മെല്ലെ കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ മാറിയപ്പോ ഫസ്റ്റ് ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്ത ഷമീറ മാഡത്തിന്റെ കൂടെ. എനിക്ക് എന്റെ ഹസ്ബൻഡ് പെർമിഷൻ തന്നത് ബിസിനസ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമല്ല, ഷമീറക്ക് കൂട്ട് വേണമെങ്കിൽ നീ ഒന്ന് ചെന്ന് വേണമെങ്കിൽ പോയിക്കോ, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തൊരു മീറ്റിംഗ് ആണ്. ഫാസ്റ്റ് ട്രാക്കേഴ്സ് ആൻഡ് അബോവ് മീറ്റിംഗ് ബാങ്കര മിനി ഊട്ടിൽ വെച്ച് നടന്നൊരു മീറ്റിംഗിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തു. ഒരിക്കലും അത് എനിക്ക് വേണ്ടി പോയതൊന്നുമല്ല, പഴയ സുഹൃത്തിനെ തിരിച്ചിട്ടുള്ള സന്തോഷം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് രസമായിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോകുന്നു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ആ ക്ലാസ് കേട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോണത്. കുറെ ആളുകളെ കണ്ടു, എന്തൊക്കെ കുറെ പറഞ്ഞു. അന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു, സുരേഷ് സാർ അവിടെ 5 ഫിംഗേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം അവിടെ സാറെ സംബന്ധിച്ച ഫാസ്റ്റ് ട്രാക്കേഴ്സ് ആൻഡ് അബോവ് ആണ് ആ മീറ്റിംഗ് വന്നിട്ടുള്ളത്. ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരു പുതിയ ആളായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞില്ല, ഒന്നും ഒരു ഐഡിയ കിട്ടിയില്ല. എങ്കിൽ പോലും ഞാൻ എന്റെ പേരും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അവിടുന്ന് ഹസ്ബൻഡ് എനിക്ക് ആ പുറത്തിറങ്ങാൻ തന്ന പെർമിഷൻ, അത് ഷമീറ മാഡത്തിന് കൂട്ടാണെങ്കിൽ പോലും അത് എന്നെ വലിയ രീതിയിൽ ഈ ബിസിനസ് വിജയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഓരോ പ്രോഗ്രാം, നമുക്ക് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്തണം, അതല്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ വരുമ്പോൾ വരണം, ഇവിടെ ഞങ്ങൾ പ്രായമായിട്ടുള്ള ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഒരുപാട് ഉണ്ടായിട്ടും പറ്റുന്ന രീതിയിൽ ഞാനും ഷമീറ മാഡം ഒരുവിധം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു. അതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്ത ജുനൈദ് സാറിന് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. ഈ അവസരത്തിൽ ഹൃദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇത് ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും ഹസ്ബൻഡൊന്നും കൂടെ ഇല്ലാഞ്ഞിട്ടും എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത സമയത്തിനൊക്കെ ഇവിടെ എത്തിച്ച് അന്ന് നല്ല രീതിയിൽ ഈ ബിസിനസിനെ മനസ്സിലാക്കാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ ഞാനൊരു അനിയനായി കണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ജുനൈദ് സാറിനെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ലീഡേഴ്സും മതിയായി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് മെല്ലെ മെല്ലെ ഞാൻ പോകുന്ന ക്ലാസ്സുകളും അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ അതിന്റെ വോയിസ് ഒക്കെ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കിംഗ് സമയത്ത് എല്ലാ സമയത്ത് അദ്ദേഹം അതൊക്കെ കേൾക്കാനും തുടങ്ങി. അങ്ങനെ ഓൺലൈനിലും ഞാൻ അയച്ചു കൊടുക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ചൊക്കെ അദ്ദേഹത്തിന് ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനിടയിൽ തന്നെ എനിക്ക് ഹെൽത്ത് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു, അലർജിയുമായി ബന്ധപ്പെട്ട് ശ്വാസം മുട്ട് പ്രയാസങ്ങളൊക്കെ. അപ്പൊ ഞാനന്ന് കുറച്ച് പ്രോഡക്റ്റ് അതിന് മുന്നേ ഷമീറ മാഡത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 20,000 രൂപയുടെ പ്രോഡക്റ്റ്
പ്രോഡക്റ്റ് വീട്ടിൽ കൊടുന്നു വെച്ചിട്ട് എന്താണ് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തായാലും അതിൽ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചപ്പോ എന്റെ ഹസ്ബൻഡ് അന്ന് എന്നോട് ഗൾഫെന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കണ്ട, ഉള്ളിലേക്ക് കുടിക്കേണ്ട സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്, എന്തെങ്കിലും സോപ്പോ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ ഷമീറ മാഡത്തിന്റെ വിശ്വാസം അർപ്പിച്ച് ഞാൻ ആ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചപ്പോ എന്റെ ശ്വാസം മുട്ടും പ്രയാസങ്ങളൊക്കെ എനിക്ക് ഒരുപാട് മാറാൻ പറ്റി. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അത് ഫീൽ ചെയ്തു. കാരണം കുറെ സംസാരിക്കാനൊന്നും ശ്വാസം മുട്ടിട്ട് പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നപ്പോ അതിന്ന് ഒരുപാട് മാറ്റം ഹെൽത്തിനും വരാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ ബിസിനസ്സിനെ മനസ്സിലാക്കി ആ ഒരു സമയത്ത് കുറച്ചു കാലം ചെയ്തപ്പോ ഇത് എനിക്ക് തോന്നിയത് എന്നെ കൊണ്ട് പറ്റണില്ലേ, അതല്ലെങ്കിൽ ഞാൻ ഷമീറയോട് പറഞ്ഞു, ഷമീർ ഇത് എനിക്ക് പറ്റണില്ലേ, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല തോന്നുന്നു, എനിക്ക് നിസ്കരിക്കാൻ പോലും പറ്റില്ല ഈ പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ആരോടും പറയാനും ഇല്ല, നമ്മളെ ജ്യേഷ്ഠത്തി ഫാമിലി എന്നല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്കൊരു ദൈവദൂതനെ പോലെ ഒരു ഫോൺ കോൾ വന്നു. അത് ലേണേഴ്സ് അക്കാഡമിയുടെ ഫൗണ്ടർ ഫാമിലി ഞങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഇസ്മായിൽ സാർ ആയിരുന്നു. അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം ഈ ബിസിനസിന്റെ സാധ്യതകളെ പറ്റിയിട്ടും എന്നോട് സംസാരിച്ചു. നീ ഒരു ഡിഗ്രി കോഴ്സ് പോലെ ഈ ഇൻഡസ്ട്രി ഏറ്റെടുക്കുക, അവിടുന്ന് പൈസ കിട്ടും, ക്ലാസ് കിട്ടും, ടൂർ പോകും അല്ലെ, ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ആ രൂപത്തിൽ ഇതിനെ ഒരു ഡിഗ്രി കോഴ്സ് ആയിട്ട് ഇതിനെ കാണാം. ഇത് 3 വർഷം നിനക്കത് പഠിക്കാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാം. അങ്ങനെ ആ രൂപത്തിൽ കാണാൻ പറ്റുമെങ്കിൽ വലിയ രീതിയിൽ നിനക്ക് വിജയിക്കാൻ പറ്റും. നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, ദൈവം അതല്ലേ നിന്നെ കൊണ്ട് കേൾപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചപ്പോ വീണ്ടും ഒരു എന്താ പറയാ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഒന്നുകൂടി ഒരു എനർജിയിൽ ഈ കാര്യങ്ങളൊക്കെ ബിസിനസ്സുമായി ചെയ്യാനും അങ്ങനെയൊക്കെ സാധിച്ചു. പിന്നെ ഒരുപാട് സാഹചര്യങ്ങൾക്ക് അദ്ദേഹം വേണ്ട സമയത്ത് വേണ്ടതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് ഇന്ന് അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ നാട്ടിൽ നിർത്താനുള്ളതാണല്ലോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചപ്പോ എനിക്ക് ഇദ്ദേഹത്തെ നാട്ടിൽ നിർത്തണമെങ്കിൽ ഞങ്ങൾ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമെങ്കിൽ അന്ന് മാസം ഒരു 30,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങളെ ചെലവിനല്ല, ജീവിക്കണമെങ്കിൽ ആ ഒരു സമയം പെട്ടെന്ന് തന്നെ ഇന്ന് വന്ന നാളെ തന്നെ അല്ലാതെ അതൊരു കുറച്ചു കാലം അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. അപ്പൊ ആ രൂപത്തിൽ പെട്ടെന്ന് തന്നെ ഇത് ആലോചിക്കാൻ അദ്ദേഹത്തിന് കൂടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓൺലൈൻ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തി പിന്നെ അദ്ദേഹം ഒരുമിച്ച് ഈ പ്രോഗ്രാമുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോകാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി, കാര്യങ്ങളൊക്കെ ചെയ്താൽ കിട്ടും. അപ്പൊ അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ നിന്നത് എന്തായാലും ചെയ്താൽ കിട്ടുമല്ലോ. അപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് എന്റെ കൂടെ വരാന്നുള്ളതാണ്. നമ്മൾ നിർബന്ധിച്ചിട്ടോ അതല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ വാശി പിടിച്ചിട്ടോ ഒന്നും അല്ല, അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് തോന്നിയാൽ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ്. ഇവിടെ എനിക്ക് ഫർണിച്ചർ ഫീൽഡാണ്. അപ്പൊ ഞാൻ എന്റെ അപ്ലൈൻസ് എന്ത് പറഞ്ഞാലും ഞാൻ അവരോട് പറയും, ഷമീറാമ്മയുടെ ദിനേശ് സാറൊക്കെ എന്താ പറയും അത് പറയും. അപ്പൊ ഞാൻ വന്നത് ഇദ്ദേഹം ഇത് ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ കണ്ട കച്ചവടവും അദ്ദേഹം കണ്ട കച്ചവടവും ഈ ബിസിനസ്സും ഒരുപാട് മാറ്റമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. കാരണം അദ്ദേഹം കണ്ട അദ്ദേഹം പരിചയിച്ച ബിസിനസ് പറഞ്ഞാൽ എന്താണ്, ആൾക്കാർ അവരുടെ ഷോപ്പിക്ക് വരും. ഇത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പറയുമ്പോഴൊക്കെ ഉള്ളൊരു പ്രയാസം അത് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കാനും എനിക്ക് എന്റെ അന്നത്തെ ആ സിറ്റുവേഷൻ ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോഴുള്ള അദ്ദേഹം നാട്ടിൽ നിർത്താന്നുള്ള ആ ഒരു വല്ലാത്തൊരു അത് വാശിയോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇന്ന് മൈ ലൈഫിൽ വന്നപ്പോഴാണ് എന്റെ ആ സാഹചര്യത്തിന്റെ ഒരു പേര് എനിക്ക് മനസ്സിലായത്. അതിന്റെ ഒരു ബേണിംഗ് ഡിസയർ ആയിരുന്നു എന്നുള്ളത് പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ഒരു പേരുണ്ട്. എന്തായാലും എന്റെ അടങ്ങാത്ത ആ ഒരു ആവശ്യം അതെനിക്ക് ഈ ബിസിനസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ശക്തമായിട്ട് ഈ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ജീവിതത്തിൽ വന്നിട്ട് പോലും ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും ചെറിയ കുറ്റപ്പെടുത്താതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നാട്ടിൽ വന്നപ്പോ നമ്മളൊരു TC പോലും ആവാത്തൊരു സമയത്താണ് അദ്ദേഹം നാട്ടിൽ വന്ന് ഈ ബിസിനസ്സിനെയൊക്കെ മനസ്സിലാക്കി വളരെയധികം സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നത്. അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഏകദേശം 2021 ജൂലൈയിലാണ് അദ്ദേഹത്തിന്റെ വിസ ക്യാൻസൽ ആക്കിയിട്ട് ശക്തമായിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രി ഏറ്റെടുത്ത്
എടുത്ത് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി തിരിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം ഒരു 4 വർഷത്തെ ഈ ബിസിനസ്സിലെ ഒരു എക്സ്പീരിയൻസ് വന്ന ഇന്ന് STC റാങ്കിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതിൽ എനിക്ക് വന്നൊരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ആൾക്കാരോട് പറയുമ്പോ ഞാൻ ചെയ്തു നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, പഠിക്കട്ടെ, ഒരു 6 മാസം ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് ബിസിനസിനെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന ഈ പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇതിപ്പോ എന്താണ് ഈ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ഇതിൽ വിജയിച്ച ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടാണ്, ഇതിൽ എന്തൊക്കെ വേണം, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിവുകളിൽ പ്രാധാന്യം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്നെ കൊണ്ട് എങ്ങനെ പറ്റും. അവിടെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും കപ്പാസിറ്റി ഉള്ള ഈ ബിസിനസ് നമ്മൾ ലീഡേഴ്സിന്റെ കൂടെ ഒക്കെ ചെയ്തപ്പോൾ എന്നെക്കാളും കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിൽ വന്നു. എന്റെ ഒരു ഓർഗനൈസേഷൻ ശക്തമായിട്ട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോടെ വളർന്നുകൊണ്ടിരുന്ന ആ സമയത്ത് അവിടെ ഞാൻ എനിക്ക് അവരെ പോലെ പറ്റില്ലല്ലോ, എനിക്ക് ഇവരെ പോലെ പറ്റില്ലല്ലോ ഒന്നും ചിന്തിച്ചില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു വിമൻസ് ഡേ എന്റെ അന്ന് ഞാൻ ആദ്യമായിട്ട് MC ആയിട്ട് സ്റ്റേജിൽ കയറിയത്. അത് എന്റെ ഒരു ഈ ബിസിനസ്സിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് ഞാനിപ്പോ വിശ്വസിക്കുകയാണ്. കാരണം അന്ന് ഇസ്മായിൽ സാർ ഒരു വിമൻസ് ഡേ എന്ന ലേഡീസിന് വേണ്ടി പ്രോഗ്രാം വെച്ചപ്പോ അവിടെ ഫസ്റ്റ് MC ആയിട്ട് ആ സ്റ്റേജിൽ കയറിയപ്പോ അവിടെ എന്ത് പറയണം, ആ പ്രോഗ്രാം എന്താണ് എന്നൊക്കെ അദ്ദേഹം എനിക്ക് വ്യക്തമായിട്ട് വോയിസ് ഒക്കെ അയച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ നല്ല രീതിയിൽ കാണാതെ പഠിച്ചിട്ടാണ് ആ പ്രോഗ്രാമിൽ അന്ന് ഞാൻ MC ആയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും പിന്നെ ഓരോ പ്രോഗ്രാമുകളിൽ നിന്ന് എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. മലപ്പുറത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും GTS MC ആയിട്ടും പ്ലാൻ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ശക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷെ ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേജിലോ ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒന്നും ഞാൻ എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. കാരണം എന്റെ ഫാമിലി ഒരു കുറെ ഉസ്താദുമാർ അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. ഞാൻ ഡിഗ്രി പഠിച്ച തന്നെ ഒരുപാട് ചലഞ്ച് ചെയ്തിട്ടാണ് അന്ന് ആ ഫാമിലി. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ തന്നെ നമുക്ക് സ്റ്റേജിലെ പരിപാടിയോ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും എനിക്കില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ വന്ന് എന്റെ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങള് അവർ പറഞ്ഞപ്പോ ഞാൻ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്നത് കൊണ്ടാണല്ലോ അവർ എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചു. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിന്റെ എഫേർട്ട് എടുത്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇന്ന് നല്ല രീതിയിൽ സ്റ്റേജിലൊന്നും കയറാൻ എത്ര ആളുമില്ലാണെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനൊന്നും ഒരു പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള എന്റെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അവിടെ ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എനിക്കിതൊന്നും പറ്റാത്ത ഒരാളാണെന്നും ചിന്തിച്ചിട്ടിരുന്നില്ല. എന്ന് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മൾ കൂടെ വന്നപ്പോ അവിടെ ഞാനൊരു സാധാരണ വീട്ടമ്മയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ടീമിനെ മാനേജ് ചെയ്യും. അവിടെ ഞാൻ ഒരു കാര്യം ചിന്തിച്ചുള്ളൂ, ഈ ബിസിനസ്സിന് മനസ്സിലാക്കി കുറച്ച് ആളുകളൊക്കെ നമ്മളെ കൂടെ വന്നതൊക്കെ ചെയ്യാൻ ശ്രമിച്ചപ്പോ വ്യക്തമായിട്ട് ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ എങ്ങനെ പറയണം, അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ അതിലെങ്ങനെ വരുമാനം കിട്ടുന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതിയെങ്കിൽ നമ്മൾ ഓരോ റാങ്കിൽ എത്തുമ്പോഴൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യണം. അതിന് നമ്മൾ പഠിക്കാനുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ബിസിനസ്സിന് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകള് പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ക്യാഷ് വേണ്ട സമയത്താണ് നമ്മൾ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് വേറെ വരുമാനമില്ല നമ്മൾ ഏറ്റെടുക്കണം. അവിടുന്ന് ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങള് ജീവിതത്തിൽ, ഞാൻ എന്റെ വീട്ടിലാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ടാണെങ്കിലും ഒരു പ്രയാസങ്ങളും അനുഭവിക്കാതെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരു 2 വർഷം എന്തൊക്കെ നമുക്ക് പ്രതിസന്ധികൾ വരും അതിന്റെയൊക്കെ മാക്സിമം ഞാൻ ഇദ്ദേഹത്തെ നിർത്തിയപ്പോ എനിക്ക് പ്രതീക്ഷിച്ചിരുന്നു കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും. അതെന്തും സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കൂടെ കൂട്ടിയത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ ഒരു 10 ഇരട്ടി തന്നെ പറയാൻ പറ്റും പ്രതിസന്ധികൾ ഈ ഇൻഡസ്ട്രിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ ഒന്നും കൂടി ഗൾഫ് പോയി വരിക, അതല്ലെങ്കിൽ ഇവിടെ ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളെങ്കിൽ പോലും ഞാൻ എടുത്ത തീരുമാനം ഒരു പക്ഷെ എനിക്ക് ഇന്ന് ഈ ബിസിനസിനെ പിടിച്ചു നിർത്തിയത് തന്നെ ഇദ്ദേഹത്തെ കൂടെ കൂട്ടിയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു തീരുമാനമാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ വേറെ ജോലിക്കൊന്നും വിട്ടില്ല. ഇതിൽ തന്നെ കിട്ടും, ഇതിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ ഇതിൽ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ തിരിച്ചറിവ് ഒരു
4 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് തിരിച്ചറിവുകളാണ്. നമ്മള് പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് ആളുകളെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ആളുകളെയും സാഹചര്യങ്ങളൊക്കെയാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങളും കുറ്റങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ആരെങ്കിലും കുറ്റം വരാനോ അതല്ലെങ്കിൽ അതിനൊക്കെ പോയാൽ അതിന്റെ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സാഹചര്യങ്ങളും ആളുകളും എല്ലാം നമ്മൾ ഈ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വന്നുപെട്ട ഇൻഡസ്ട്രി അതല്ലെങ്കിൽ ഈ ആശയം ഇത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ വേണം, അതിനെങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിജയിച്ചത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോ അതിനനുസരിച്ച് നമ്മളിൽ മാറ്റം വരുത്താൻ, അപ്പൊ ഞാൻ എന്നിൽ മാറ്റം വരുത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ ബുക്ക് റീഡിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം വിചാരിച്ചു ഇതിനകത്ത് സോപ്പും പേസ്റ്റും ഒക്കെ ഈ ബുക്കൊക്കെ വായിക്കണം. പക്ഷെ ബുക്ക് വായിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് എവിടെയും വേണ്ടത്. പക്ഷെ ഈ ബിസിനസ്സിൽ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അവിടെ മുബീൻ സാർ ഇൻസൈഡിൽ പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ ശക്തമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. മാൻ മാനേജ്മെന്റും മണി മാനേജ്മെന്റും നമുക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും. അതെനിക്ക് ഏകദേശം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയപ്പോ നമ്മളിൽ ഒരുപാട് മാറ്റം വരുത്താനും സാഹചര്യങ്ങളെയും ആളുകളെയും കുറ്റപ്പെടുത്താതെ നമ്മൾ മാറ്റം വരുത്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും വ്യക്തമായിട്ട് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് അറ്റം വരെയും പോകാനും വിജയിക്കാനൊക്കെ സാധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ബോധം ആണ് എനിക്ക് ഈ 4 വർഷം കൊണ്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തുള്ളത്. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏകദേശം പ്രൊഡക്റ്റ് എന്താണ്, ബ്രാൻഡ് പ്രസന്റേഷൻ എന്താണ്, ആളുകൾ എന്താണ്, ടീം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം, അതല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇവിടുന്നാണ് യഥാർത്ഥത്തിൽ ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. കാരണം എല്ലാ രീതിയിലും കുറച്ചൊക്കെ നമ്മളെ ഇസ്മായിൽ സാറും ഷെയ്ഫ് സാറൊക്കെ പറയുന്ന പോലെ ഒരു ഡാറ്റ, ഈ ബിസിനസിനെ കുറിച്ച് ഒരു കുഞ്ഞു ഡാറ്റ ഏകദേശം എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയാ നോളജ്, ഇൻഫോർമേഷൻ, വിസ്റ്റം, ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് നമ്മൾ വിജയത്തിലേക്ക് എത്താൻ അല്ലേ. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു ഡാറ്റയാണ് എനിക്ക് ഈ ഒരു 4 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ളത്. അപ്പൊ എനിക്ക് അവിടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഈ ഒരു 4 വർഷം കൊണ്ട് ഒരു പക്ഷേ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യഥാർത്ഥ വിജയത്തിന് എന്തായാലും ഈ 4 വർഷമൊന്നും ആവശ്യം വരില്ല. കാരണം ഇതുവരെയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിരുന്നു, മറ്റേ ഓർഗനൈസേഷൻ പ്രത്യേകിച്ച് ഇളക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാഹ് ഏകദേശം ഒരു 1-2 വർഷമായിട്ട് ആ ഒരു ടീം, ഇപ്പൊ നിങ്ങൾ ഇവിടെ MC ആയിട്ട് കണ്ട ഒരു യങ്ങസ്റ്റ് ലീഡർ അല്ലെ റമീസ് സാറെ പോലെ ഒരുപാട് വീട്ടമ്മമാരും വ്യത്യസ്ത കാറ്റഗറിയിലെ ആൾക്കാർ ടീമിൽ വന്നപ്പോ ഇന്ന് ശക്തമായിട്ട് ആ ഒരു ടീം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയില് നല്ല ഫയേർഡ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ഒക്കെ ഒരുപാടുള്ള നല്ലൊരു ടീമിനെയും കൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വിജയത്തിന് ഇനി എന്തായാലും 4 വർഷമൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും സെഷൻ ചെയ്യാനൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു സ്കൂട്ടിയിൽ തുടങ്ങിയ ഒരു ബിസിനസ് ആണ്. 2 വർഷം ആ സ്കൂട്ടിയിൽ ശക്തമായിട്ട് തന്നെ രാവും പകലില്ലാതെ തന്നെ നമ്മള് ബിസിനസ് ചെയ്തു. അവിടെ വെയിലും മഴയും ഏകദേശം ഒരു 35,000-50,000 പ്രോഡക്റ്റ് ഒക്കെ ആ സ്കൂട്ടിയിൽ 2-3 ബോക്സുകളിലാക്കിയിട്ടൊക്കെ മഞ്ചേരിന്നും കോഴിക്കോട്ടുന്നും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ വന്നത്. അപ്പൊ ഒരു ഡ്രീം എഴുതി വെക്കാൻ വന്നപ്പോ ഡ്രീംസ് അക്കാഡമിയുടെ ഒരുപാട് ഡ്രീം സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ എന്റെ കാറ്റഗറി അതല്ലെങ്കിൽ ഏത് കാറായിരുന്നു അറിയില്ല. അവിടുന്ന് സ്വപ്നങ്ങൾ എഴുതി വെച്ചു ഒരു വാഗണർ 2023 എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു. 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോ വെയിലും മഴയൊന്നും കൊള്ളാൻ പറ്റില്ല, ഒരു കാറ് വേണം. ആ കാറ് എഴുതി വെച്ചപ്പോ ഒരു വാഗണർ കാർ എഴുതി വെച്ചു. അത് 2023 സെപ്റ്റംബറിൽ തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അത് ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു. അതിൽ 13 മാസം ആ വണ്ടിയിൽ ബിസിനസ് ചെയ്തു. ഏകദേശം ഒരു 35,000-40,000 കിലോമീറ്റർ ഒക്കെ ആ ബിസിനസ്സിൽ ആ 13 മാസം കൊണ്ട് ഓടി. അവിടെ നിന്നിട്ട് സൗകര്യങ്ങൾ കൂടി വന്നപ്പോ ഒരു ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റം അതല്ലെങ്കിൽ ഈ വാഹനങ്ങളൊക്കെ തിരിച്ചറിയാനും ഡ്രീമൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞപ്പോ ഓരോ ഇപ്പൊ ടിയാഗോ, ഞാൻ നെക്സ്റ്റ് വേറെ വണ്ടി പറഞ്ഞപ്പോ ബെൻസ് അല്ലെങ്കിൽ ഫോർച്യൂണർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ വാഹനങ്ങളെ പേര് വരാനെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് 4 ചക്രങ്ങളൊക്കെ കാറുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇത് കാറ്റഗറൈസ് ചെയ്യാനൊക്കെ ആ ഡ്രീം സെഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാലേ കിട്ടുള്ളൂ എന്നും അതിന് റൂമിലൊക്കെ എഴുതി ഒട്ടിക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങൾ അതിൽ അച്ചീവ് ചെയ്യാനൊക്കെ സാധിച്ചു. ഒരു ലാപ്ടോപ്പ്
ഷോപ്പ് സ്വന്താക്കി. ഇപ്പോ EV വെഹിക്കിൾ വാങ്ങിയപ്പോ സോളാർ പാനലൊക്കെ വെക്കാൻ സാധിച്ചപ്പോ ജീവിതം ഇന്ന് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇതിൽ എന്റെ വോയിസ് കേൾക്കുന്ന ലേഡീസിനോട് പറയാനുള്ളത്, ആരെയും കമ്പയർ ചെയ്യാതെ ഈ ബിസിനസിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എന്നെ കൊണ്ട് പറ്റുമോ, പറ്റില്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി നമ്മളൊന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകാനും വലിയ വിജയത്തിലെത്താനൊക്കെ സാധിക്കുന്നുണ്ടാകും. അവിടെ നമ്മൾ എപ്പോഴും ഞാൻ വന്ന വഴികൾ അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു ഇത് മറക്കാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെ തന്നെ നിൽക്കരുത്. മാറാനും പഠിക്കാനും അത് ചെയ്യാനും ചെയ്തിട്ട് ഒരാളോടെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. എന്തായാലും സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ ഇന്ന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല്, ഞാൻ എപ്പോഴും എന്റെ ഉമ്മാനോട് ബിസിനസ്സിൽ വരുന്നതിന് മുന്നത്തെ എന്റെ ഉമ്മാട് എപ്പോഴും പറയും, ഞങ്ങൾ 4 പെൺകുട്ടികളാണ് ആ വീട്ടില്, ഒരു അനിയനുണ്ട്, ചെറുതാണ്. അപ്പൊ ഞാൻ അവരോട് എപ്പോഴും പറയും, ആൺകുട്ടികൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ഉപകാരപ്പെടും, ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വണ്ടിയൊക്കെ വാങ്ങി ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തു. അപ്പൊ അവരെ കൊണ്ടൊക്കെ എവിടേക്കൊക്കെ യാത്രയൊക്കെ പോകുമ്പോ എനിക്കിന്ന് ഞാൻ അവിടെ എപ്പോഴും പറഞ്ഞിരുന്ന ആ വാക്കൊക്കെ സത്യമാക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് സാധിച്ചിട്ട് അതിനൊക്കെ എന്നെ സഹായിച്ചത് MI ലൈഫ് സ്റ്റൈൽ എന്ന ഓർഗനൈസേഷനും എന്റെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്റെ ലീഡേഴ്സും എന്റെ കൂടപ്പിറപ്പുകളെ പോലെ കാണുന്ന എന്റെ ടീംസ് ഒക്കെയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ ഇതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ബിസിനസ് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് ആൾക്കാരുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷെ പലപ്പോഴും ഇതൊന്നും ശരിയാവില്ല പറഞ്ഞിട്ട് പോകുന്നവർക്കും ഇഷ്ടംപോലെ കണ്ടു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ ബിസിനസ് കേൾക്കാനും മനസ്സിലാക്കാനും അതൊരു തിരിച്ചറിവ് കിട്ടാനും ഇതിൽ പിടിച്ചു നിൽക്കാനും ഏതറ്റം വരെ പുറമൊക്കെ മനസ്സുണ്ടാവാന്നുള്ള ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ദൈവം അങ്ങനെ അനുഗ്രഹിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും പറയുന്ന 20% 80-20 പ്രിൻസിപ്പിൾ പറയുന്ന 20% നമ്മളെല്ലാവരും ഉണ്ടാവണം. അതിന് നമ്മൾ ഏതറ്റം വരെ ഇതിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ മെന്റലി നമ്മൾ തയ്യാറാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്ക് ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമ്മളെ മൈൻഡ് കൊണ്ട് അതൊന്നും ലീഡേഴ്സ് എപ്പോഴും പറയും, അത് ഷേപ്പ് സാറൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, അതൊന്നും മൈൻഡ് കയറ്റരുത് പറയാറുണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സക്ക് വരാതെ ഇതൊക്കെ ഈ ചെവി കൂടെ കെട്ടി ചെവി കൂടെ മറ്റേ ചെവി കൂടെ പുറന്തള്ളാനും ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നുണ്ടാകും. ഇന്ന് ഞാൻ എന്റെ മാതാപിതാക്കളെ കൂട്ടി RTPയിലൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാൻ പറ്റും പൈസ ഒരുപാട് വേണമല്ലേ, അവിടെ പൈസയും നോക്കിയില്ല, എന്റെ സന്തോഷം അവർക്കെല്ലാം അവരുടെയൊക്കെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പൊ അവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാനും ഫാമിലിനെ കൂട്ടി മക്കളെ കൂട്ടി ഞങ്ങൾ നല്ല ടൂറൊക്കെ പോയിരുന്ന ആൾക്കാരുടെ, ഞാനും ഹസ്ബൻഡും നല്ല രീതിയിൽ പോയിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ റിസോർട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് MI ലൈഫ് സ്റ്റൈൽ എനിക്ക് നല്ലൊരു ജീവിതം തന്നു എന്ന് വിശ്വസിക്കാണ് എനിക്കിഷ്ടം. കാരണം എന്റെ അലർജി, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു, അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് MI ലൈഫ് സ്റ്റൈൽ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോ അല്ലെ, ഒരു ഇപ്പൊ ഫിനാൻഷ്യലി ക്രൈസിസ് അതിന്റെ ഏതറ്റം വരെ ഒരു മനുഷ്യന് അനുഭവിച്ചിട്ടുണ്ടാവും, അതൊക്കെ അനുഭവിച്ചപ്പോ ആ സമയം തന്നെ നല്ല ലൈഫ്, ലക്ഷറി ലൈഫ്, എങ്ങനെയാണ് മില്യണേഴ്സ് ഒക്കെ ജീവിക്കുന്നത് അതും കാണിച്ചു തരാൻ MI ലൈഫ് സ്റ്റൈലിന് സാധിച്ചു. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്തത് ഈ പ്രതിസന്ധികളെല്ലാം എങ്ങനെ ആ ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ മില്യണേഴ്സ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പ്രയാസങ്ങൾ നോക്കി എന്നാൽ നമുക്ക് ഇന്നും അത് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ലൈഫിൽ അതിനു വേണ്ടി പഴയെടുത്താൽ, അത് കുറച്ചു കാലം പഴയെടുത്താൽ നമുക്ക് ആ ഒരു വലിയ ലക്ഷറി ലൈഫും അത് നമുക്കും നമ്മുടെ കൂടെ വന്നവർക്ക് നേടിക്കൊടുക്കുന്നതിലുള്ള സന്തോഷമൊക്കെ മനസ്സിലായപ്പോ ഈ ഇൻഡസ്ട്രി നല്ല ശക്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അത് ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ഞാൻ നേടിയെടുത്ത ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വേറെ ഒരു വരുമാനമില്ല, MI ലൈഫ് സ്റ്റൈൽ കൂടെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിലെ ഒരുപാട് വരുമാനങ്ങൾ, ഇപ്പൊ STB ബോണസ് ആണെങ്കിലും പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, എന്നപോലെ സ്റ്റാർ ലോയൽറ്റി, പിന്നെ ഇപ്പൊ TDF ഫണ്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോ അത് ഈ സമയം വരെ അത് എത്തിപ്പിടിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ നേട്ടങ്ങൾക്കൊക്കെ പിന്നാലെ പോയപ്പോ ആ രീതിയിലും ഈ ബിസിനസ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏകദേശം സമയമായിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാണ്, ഈ ബിസിനസ്സിന് വ്യക്തമായിട്ട് പഠിക്കാം. നമ്മൾ പ്രോഡക്റ്റ് പ്രസന്റേഷനോ പ്ലാൻ പ്രസന്റേഷനോ പഠിയുമ്പോൾ തന്നെ ഇതിലെല്ലാം ആയെന്ന് ചിന്തിക്കാതെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാണ്ടെന്നും നമ്മൾ മുബീൻ സാർ എപ്പോഴും ഒരു സെഷനിൽ കേട്ടിട്ടുണ്ട്, മുബീൻ സാർ 30% മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നല്ലേ. അത് കറക്റ്റ് ആണ്. നമ്മൾ ഓരോ സമയത്തും നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികം കൂടി ആക്കുമ്പോൾ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്നുണ്ടാകും. അപ്പൊ ആ രീതിയിലാണ് ഞാനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്നെ ഈ ബിസിനസ്സിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എന്റെ ലീഡേഴ്സിനെ ഞാൻ എപ്പോഴും ഓർക്കും. നമുക്ക് സാധാരണക്കാരിൽ നിന്ന് ഈ ബിസിനസ് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇത് എന്റെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുന്നത് വരെ
ഷമീർ അമ്മടും ജുനൈദ് സാറൊക്കെ എടുത്ത ആ ഒരു റിസ്ക് അറിയാലോ. നമുക്ക് നമ്മളതായിട്ട് തോന്നണം. നമ്മളൊരാൾ കൊണ്ടുവരുമ്പോ ആ ബിസിനസ് ഫസ്റ്റ് നമ്മളതാണല്ലേ. അയാൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് അയാൾ ഏറ്റെടുത്തോളും. അതേപോലെ ഇത് എനിക്ക് മനസ്സിലാകും വിധം എന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ജുനൈദ് സാറിനെ ഞാൻ ഹൃദയത്തിൽ നിന്ന് എന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്മായിൽ സാറിനും ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഡ്രീം സെഷൻ ഒക്കെ പറഞ്ഞു തന്നെ ഒരുപാട് കാറുകളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കണം, അല്ലെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, ഇതൊക്കെയാണ് യഥാർത്ഥ സ്വപ്നങ്ങള്. ഹസ്ബൻഡ് നാട്ടിൽ നിർത്തിയാൽ മാത്രം പോരാ, ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊക്കെ കാണാനും പോവാനും ഇങ്ങനത്തെ അച്ചീവ്മെന്റ് ഒക്കെ ചെയ്യാനൊക്കെ ഈ ബിസിനസ്സിലൂടെ സാധിക്കുന്നു വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി പറഞ്ഞു തരുന്ന ഇസ്മായിൽ സാറിനും ഏകദേശം ഒരു 1.5 വർഷം ഞങ്ങളുടെ കൂടെ നിന്ന് കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കാന്നൊക്കെ വ്യക്തമായിട്ട് കൂടെ നിന്ന് പഠിപ്പിച്ചു തന്ന ഷുഹൈബ് സാറിനും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് അപ്പുറം എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടെന്ന് എന്നും പറയുന്ന അൽതാഫ് സാറിനും അഫ്സർ സാറിനും ഒക്കെ ഹൃദയത്തിൽ നന്ദി അറിയിക്കണം. അതിലുപരിയായിട്ട് ഈ ഒരു പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ പ്രകാശമാക്കി തന്ന ഷമീറ മാഡത്തിനും, അതുപോലെ തന്നെ എന്റെ ലവ് ലൈൻസ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, എല്ലാ ലീഡേഴ്സിനും, എസ്പെഷ്യലി എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും, എന്റെ ടീമിനും ഒരുപാട് നല്ല കപ്പാസിറ്റിയുള്ള എന്നെക്കാൾ കഴിവുള്ള ഒരുപാട് ആളുകളുടെ ടീമിൽ വന്നപ്പോഴാണ് ഈ വക അച്ചീവ്മെന്റ്സ് ഒക്കെ നേടാൻ സാധിച്ചത്. അത് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. എല്ലാവർക്കും വലിയ രീതിയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം സാധിക്കട്ടെ. അപ്പൊ എന്തായാലും എന്റെ ശബ്ദം കേട്ട എസ്പെഷ്യലി ലേഡി ലീഡേഴ്സിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് ആരെങ്കിലും സംശയിച്ചിട്ടോ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനെ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മള് പറയാറില്ല, നമ്മള് മൾട്ടി ടാലന്റഡ് ആണെന്ന് പറയാറുണ്ട് എല്ലാവരും അല്ലെ. നമുക്ക് ഒരേ സമയം കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രൂപത്തിൽ ഇപ്പൊ എനിക്കും മക്കളുണ്ട്, നമ്മൾ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ ബിസിനസ്സിലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളെ കാരണം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാമും ഞങ്ങൾ മാറ്റി വെച്ചിട്ടില്ല. അത് ഏത് വരെയെന്ന് ചോദിച്ചാൽ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഇവരെ ഹസ്ബൻഡിന്റെ അനിയന്റെ കല്യാണത്തിന് അന്ന് പോലും ഇൻഡസ്ട്രിയെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഇതിൽ ടീമിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി